ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഏക്കട്ടുപ്പൻ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ചാർജർ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ബാറ്ററി ചാർജ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുന്ന ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ ഉള്ള ഒരു ബാറ്ററി ചാർജറാണ് ഞാൻ ഇവിടെ നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകണമെങ്കിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോയിൽ പോയാലും ഫ്രണ്ട്സ്, നമ്മുടെ ചാർജർ നിർമ്മിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ഒരു ട്രാൻസ്ഫോറാണ്. 14014 5 ആംപിയർ ട്രാൻസ്ഫോറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അടുത്തായിട്ട് വേണ്ടത് നമുക്കൊരു സർക്യൂട്ട് ബോർഡ് വേണം. ഈ ഒരു ബോർഡ് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു മൊഡ്യൂൾ ബോർഡ് ഇതിൻ്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള ഒരു ടൈപ്പ് ഒരു മൊഡ്യൂളാണ്. ഇതിൽ നമുക്ക് യാതൊരു സോൾഡറിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. പിന്നെ നമുക്ക് വേണ്ടത് വയർ. നമ്മൾ എത്ര ആംപിയറാണ് കൊടുത്ത് യൂസ് ചെയ്യണത് അതിനനുസരിച്ചുള്ള കേജുള്ള വയർ. പിന്നെ നമുക്ക് ഇതിൽ പവർ സപ്ലൈ കൊടുക്കാനായിട്ടുള്ള ഒരു 2-പിൻ പ്ലഗ്. അപ്പോൾ 2-പിൻ പ്ലഗ് എടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു 2-പിൻ പ്ലഗ് എടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി നിർമ്മിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലേ, ഇതിൽ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇതിൽ ബാറ്ററി പ്ലസ്, ബാറ്ററി നെഗറ്റീവ്, അതുപോലെ തന്നെ അപ്പുറത്ത് 14014 നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഈ TR എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ AC സർക്യൂട്ടാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. ACC എന്നുള്ളത് നമ്മുടെ 2-പിൻ പ്ലഗിൻ്റെ കണക്ഷനാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും. പിന്നെ നമുക്ക് 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മുടെ ബാറ്ററി ചാർജ് ആവണമെങ്കിൽ റെഡും, അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ആ ഗ്രീൻ ലൈറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു പ്രീസെറ്റ് ഉണ്ട്. അത് നമ്മുടെ ബാറ്ററി എത്ര ഇതിലാണ് സെറ്റ് ചാർജ് ചെയ്ത് കട്ട് ഓഫ് ആവേണ്ടത്, അതാണ് ആ പ്രീസെറ്റ്. ഓക്കെ, നമുക്ക് ഇനി കണക്ഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള, ആ ചാർജ് ചെയ്യാനുള്ള വയറുകളാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടില്ല, അതുപോലെ കയറ്റി നമുക്ക് അത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബാറ്ററിയുടെ പ്ലസും മൈനസും ഞാൻ അതിൽ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ സ്ക്രൂ ചെയ്ത് കൊടുത്ത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇനി കണക്ട് ചെയ്യണം നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷനാണ്. കണ്ടില്ലേ, ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 3 വയർ വരുന്നുണ്ട്. ഈ ഫസ്റ്റത്തെ ലെഗ് എന്ന് പറയുന്നത് 14 വോൾട്ട്, അതുപോലെ തന്നെ സെൻട്രൽ ടാപ്പിംഗ് വന്നത് സെൻട്രലിലുള്ള ഇത് എന്ന് പറയുന്നത് അത് 0, അടുത്തതും 14. അപ്പം അങ്ങനെയാണ് ഈ ഒരു 3 വയറിൻ്റെ കണക്ഷൻ വന്നത്. അപ്പം 14 0 14 ആ കറക്റ്റ് ആ ഇത് മാറിപ്പോവാണ്ട് തന്നെ ആ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് കൊടുത്ത് സ്ക്രൂ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം, സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വയറിൻ്റെ ലെഗ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കണമെന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ വയർ അപ്പുറത്ത് ഇതിലേക്ക് ടച്ച് ചെയ്ത് ഷോർട്ട് ആവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ AC കണക്ഷനാണ് ഇനി നമുക്ക് കൊടുക്കേണ്ടത്. അത് ഈ ട്രാൻസ്ഫോമറിൻ്റെ AC കണക്ഷൻ, അതിൽ ആ TR എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ 2 വയർ കണക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഈ 2 വയർ കണക്ട് ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ വയറുകൾ ലെഗ് പുറത്തേക്ക് തള്ളി നിൽക്കണ്ടോന്ന് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ തള്ളി നിന്ന് 2 വയർ കൂട്ടി കണക്ട് ചെയ്ത് ടച്ച് ആയി കഴിഞ്ഞാൽ എന്തായാലും ഷോർട്ട് ആവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമറിനുള്ള കണക്ഷൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-പിൻ പ്ലഗിൻ്റെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കയറ്റി വയ്ക്കാം, ടൈറ്റ് ചെയ്യുക. എല്ലാ നീഡിലും കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് സെറ്റ് ചെയ്യണമല്ലോ. മീൻസ് നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ആ ടെർമിനലുകളിൽ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ടെർമിനൽ കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. കണ്ട, നമ്മുടെ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റെഡ് ഇൻഡിക്കേറ്ററാണ് കാണിക്കുന്നത്. റെഡ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് ബാറ്ററി ചാർജിങ് ആവണ്ടെന്ന്. ഇനി നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വാൾട്ട് അതിൽ വന്നേന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് കാണാൻ പറ്റും 17 വാൾട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പം ഈ ബാറ്ററി ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുൾ ചാർജ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ബാറ്ററി ഈ നമ്മുടെ ബാറ്ററി ചാർജ് ഫുൾ ചാർജ് ആവാനായിട്ട് നമുക്കൊരു 14 സംതിങ് ഒക്കെ മതി. നമ്മുടെ ഇത് ആ രീതി ഇതാകുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആവും. കാരണം നമ്മുടെ 2 വോൾട്ട് ബാറ്ററിയാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ബാറ്ററി ഞാൻ ഒന്ന്
ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ ബാറ്ററി ഇതൊന്ന് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 12.87 ആ റേഞ്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഇത് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രീസെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രീൻ ലൈറ്റ് വന്നത്. കണ്ടില്ലേ, ഒരു 14.10 14.5 ആ റേഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട് ഓഫ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആ ഗ്രീൻ ലൈറ്റ് തെളിയുന്നത് നമ്മുടെ ചാർജിങ് കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.